വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായി സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. മുടി നല്ല ആരോഗ്യത്തോടെ ഇടതൂർന്ന് മുട്ടോളം വളർന്ന് കിടക്കുന്നത് കാണുക എന്നുള്ളത് തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുപോലെ എനിക്കും പണ്ട് നീണ്ടു മുട്ടറ്റം വരെ മുടിയുള്ള എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ അതുപോലെ മുടി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വളർത്തിയെടുക്കണം, അതിനുവേണ്ടി എന്താ ചെയ്യാമെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ആ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു പുറത്ത് മാത്രമാണ് കേട്ടോ എനിക്ക് അത്ര ലെങ്ത്തുള്ള മുടിയൊന്നും ആയിരുന്നില്ല അത് നന്നായിട്ട് വളർത്തിയെടുത്തത്, ലെങ്ത്ത് കീപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ കുറേ കാര്യങ്ങൾ ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, നമ്മൾ ഡെയിലി ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോങ് ഹെയർ ബേസിക്സിനെ പറ്റിയിട്ടാണ്. മുടി നല്ല നീളത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന 10 ലോങ് ഹെയർ ബേസിക്സ് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ടിപ്പ്, ഹെയർ വാഷ് റെഗുലർലി. അപ്പോൾ ഹെയർ വാഷ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹെയർ ടൈപ്സിനെ വെച്ചിട്ട്, നമ്മുടെ ഏജിനെ വെച്ചിട്ട്, നമ്മൾ ഹെയറിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഹെയർ ഓയിലി ആണോ ഡ്രൈ ഹെയർ ആണോ എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടത്. അത് നോക്കാതെ നമ്മളെപ്പോഴും ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് ഡ്രൈ ആവാനും ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ടൈപ്പ് ഏതാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഹെയർ വളരെ തിന്നായിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എത്തുമ്പോൾ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ഇനി തിക്കർ ഹെയർ ആണെങ്കിൽ വീക്ക്ലി വൺസ് ഹെയർ വാഷ് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ ജിമ്മിലൊക്കെ പോയാൽ അല്ലെങ്കിൽ മുടിയിൽ അഴുക്കൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഹെയർ വാഷ്. ചിലപ്പോൾ 1, 2, 3 ഒക്കെ വേണ്ടി വരും. അത് നമ്മൾ നോക്കണം കേട്ടോ. അപ്പം ഞാൻ നോർമലായിട്ടുള്ള കാര്യമാണ് പറയണത്. പിന്നെ നല്ല വേവി കേർലി അങ്ങനത്തെ ഒക്കെ ഹെയർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 4-5 ദിവസം എത്തിയിട്ട് ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഡ്രൈ ഡാമേജ്ഡ് ഹെയർ ഉണ്ടാവും, ഹെയറിൽ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഡാമേജ്ഡ് ആയിട്ടിരിക്കുന്ന ഹെയർ ആണെങ്കിൽ 5 ദിവസം 7 ദിവസം ആ ഒരു ഗ്യാപ്പിൽ മാത്രം ഹെയർ വാഷ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഓയിലി ഹെയർ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ എപ്പോഴും ഹെയർ വാഷ് ചെയ്യണം, ഡെയിലി ഹെയർ വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. ഹെയറിൽ ഒരുപാട് പൊടിയഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിട്ട് ഡാൻഡ്രഫ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹെയർ അല്ലെങ്കിൽ സ്കാൾപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ് ഏജ്. കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഓയിൽ പ്രൊഡക്ഷൻ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കുറഞ്ഞു വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഹെയർ വാഷൊക്കെ കുറയ്ക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ സെക്കൻഡ് ടിപ്പ് റെഗുലർ ട്രിംസ് ആണ്. നമ്മൾ റെഗുലറായിട്ട് മുടിയുടെ അറ്റം വെട്ടിയിട്ടുണ്ടാവണം. ഒരു 2 മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും മുടി ട്രിം ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് അല്ലെങ്കിൽ മുടി കെട്ട് വീണ് കിടക്കുന്ന മുടികൾ, അവിടെ നിന്നൊന്നും ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല, മുടി ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് മുടിയുടെ എൻഡിൽ നിന്ന് മുകളിലേക്ക് വന്നിട്ട് മുടി പിളർന്നു പോകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റഡ് ഹെയർസ്, ഹീറ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നവർ, അങ്ങനത്തെ ഒക്കെ ഹെയറിൽ ഡാമേജ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുമ്പോൾ മുടിയുടെ അറ്റത്തു നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ടും നമുക്ക് ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാനൊക്കെ ഹെൽപ്പായിരിക്കും. ഹെൽത്തി ആയിട്ട് മുടി കിടക്കുന്നുണ്ടാവും മുടി ഇടയ്ക്കിടയ്ക്ക് ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. തേർഡ് ടിപ്പ് ഡീപ്പ് കണ്ടീഷനിങ് ആണ്. അപ്പം മുടി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഹെയറിലുണ്ടാവും. അപ്പോൾ ഫ്രിസ് ഫ്രീ, ഡാമേജ് ഫ്രീ, ബ്രേക്കേജ് ഫ്രീ ഒക്കെ ആയിട്ട് നമ്മൾ ഹെയർ നല്ല ഭംഗിയിൽ ഷൈനി ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ ഈ ഹെയറിൻ്റെ ഇലാസ്റ്റിസിറ്റി അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലതാണ് കേട്ടോ ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യുന്നത്. പിന്നെ ഹെയർ കളറൊക്കെ ചെയ്തിട്ട് കളർ പെട്ടെന്ന് മങ്ങിപ്പോവാതിരിക്കാനും പിന്നെ ഡ്രൈനെസ് ഒക്കെ വരാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും ഡീറ്റാംഗ്ലിങ്ങിന് വേണ്ടിയിട്ടും മാനേജബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ ഡീപ്പ് കണ്ടീഷനിങ് ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീക്ക്ലി വൺസ് ഒരു ഹെയർ മാസ്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം. ഹെയർ മാസ്ക് ആണെങ്കിൽ എഗ് മാസ്ക്, ബനാന മാസ്ക്, യോഗട്ട് മാസ്ക്, അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ചെറിയ ചെറിയ മാസ്കുകളാണ്. അപ്പോൾ ഒരുപാട് ഹെയർ കെയർ മാസ്കിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതും അതെങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കാണാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല ബ്രാൻഡിൻ്റെ ഹെയർ മാസ്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ കുറച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിക്കൊക്കെ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ 4th ടിപ്പ് എന്ന് പറയുന്നത് ചൂസ് ദ റൈറ്റ് ബ്രഷ്. അതായത് നമ്മൾ ഹെയർ കോംബ് ചെയ്യാനായിട്ട് നമ്മുടെ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ടുള്ള അതിന് സ്യൂട്ട് ആവുന്ന തരത്തിലുള്ള ഹെയർ ബ്രഷ് വേണം യൂസ് ചെയ്യാൻ. നല്ല ചുരുണ്ട മുടിയുള്ളവർ, ഒരുപാട് ലെങ്ത്ത് ഉള്ള ഹെയർ ഉള്ളവരൊക്കെ വൈഡ് ടീത്തായിട്ടുള്ള കോമ്പ് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ചീകുമ്പോൾ മുടി പെട്ടെന്ന് പൊട്ടിപ്പോവും. ഞാൻ ഒരുപാട് നാളായിട്ട് ഇതുപോലത്തെ കോമ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വൈഡ് ടീത്തായിട്ടുള്ള വുഡൻ കോമ്പാണ് യൂസ് ചെയ്യണത്. എനിക്കിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് മുമ്പ് യൂസ് ചെയ്ത് ഇത് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ വൈഡ് ടീത്തുള്ള കോമ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതന്നെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത്. മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് എല്ലാവരും ഇതന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഇങ്ങനത്തെ ഒരു ടൈപ്പ് കോമ്പ്. ഇനി നെക്സ്റ്റ് ടിപ്പാണ് റെഡ്യൂസ് ഹീറ്റ്. അതായത് നമ്മൾ ഹെയറിൽ ഒരുപാട് ഹീറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹെയറിന് ഡാമേജ് ആക്കും. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഹെയർ സ്ട്രൈറ്റ്നർ, ഡ്രയർ, ഈ കേളർ അതൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് സ്പ്രേ അല്ലെങ്കിൽ സിറം ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മുടിക്ക് ദോഷം വരുന്നതാണ് നല്ല ചൂടുവെള്ളത്തിലുള്ള ഹെയർ വാഷിങ്. അത് മിക്കവരും വിട്ടുപോകുന്ന ഒരു പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്ന എഫക്റ്റ് തന്നെയാണ് ഹെയറിന് ഉണ്ടാവുക ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ. 6th ടിപ്പ് ബ്രഷ് ബിഫോർ വാഷിംഗ്. നമ്മൾ മുടി കഴുകുന്നതിന് മുമ്പായിട്ട് ചീകി വൃത്തിയാക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇപ്പം നമുക്ക് ടാങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടാങ്കിൾസൊക്കെ ടൈറ്റായിട്ട് മുടി ഡാമേജ് ആവുന്നതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹെയർ ബ്രഷിങ് സഹായിക്കുന്നുണ്ട് കേട്ടോ. 7th ടിപ്പ് ബ്രഷ് റെഗുലർലി. നമ്മൾ ചീർപ്പ് ഉപയോഗിച്ചിട്ട് മുടി എന്നും ചീകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിലുള്ള നാച്ചുറൽ ഓയിൽസിൻ്റെ പ്രൊഡക്ഷൻ കൂടി അത് നമ്മുടെ സ്കാൾപ്പ് മുതൽ ഹെയറിൻ്റെ എൻഡ് വരെ ഈക്വലായിട്ട് ആ ഓയിൽസൊക്കെ പോയി നമ്മുടെ മുടി കുറച്ചുകൂടി ഷൈനിയായി ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹെയറിലെ ടാങ്കിൾസൊക്കെ മാറി നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടിയിട്ട് മുടി കുറച്ചുകൂടി ഹെൽത്തി ആവും. 8th ടിപ്പ് ഈറ്റ് ബാലൻസ്ഡ് ഡയറ്റ്. അതായത് നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട്. അതെല്ലാം നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അയൺ, ബയോട്ടിൻ, സിങ്ക്, പ്രോട്ടീൻ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ന്യൂട്രിയൻസ്. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ലോസിനുമായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അയണുള്ള ഫുഡായ റെഡ് മീറ്റ്, ലിവർ, ഗ്രീൻ വെജിറ്റബിൾസ്, ബീൻസ്, നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ളതാണ് വിറ്റാമിൻ എയും ബിയും ഒക്കെ. അപ്പോൾ ഇത് ധാരാളമായിട്ട് ഹോൾ ഗ്രെയിൻസിലും ലിവർ, എഗ് യോക്ക്, സോയ് ഫ്ലോർ, ഈസ്റ്റ് ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ സി ധാരാളമായിട്ടുള്ള ഫുഡുകളാണ് സിട്രസ് ഫ്രൂട്ട്സ്, പൊട്ടറ്റോ, ടൊമാറ്റോ, ക്യാബേജ്, ബ്രൊക്കോളി, റെഡ് പെപ്പർ ഇതിലൊക്കെ. പിന്നെ വിറ്റാമിൻ ഇ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ആൽമണ്ട്സ്, അവക്കാഡോസ്, പംകിൻ, ആസ്പ്രാഗസ്, ഒലീവ് ഇതിലൊക്കെയാണ്. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് എഗ്ഗ്, മീറ്റ്, മിൽക്ക് പ്രോഡക്ട്സ്, ഫിഷ്, പൾസസ്. അപ്പോൾ ഈ ന്യൂട്രിയൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 9th ടിപ്പ് ഷാംപൂ റൈറ്റ് വേ. നമ്മളിൽ പലരും ഷാമ്പു യൂസ് ചെയ്യുന്നത് ശരിയായ രീതിയിലല്ല. ഷാമ്പു നമ്മൾ കയ്യിൽ കുറച്ച് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതെടുത്ത് വെള്ളത്തിൽ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഹെയറിൽ അല്ലെങ്കിൽ സ്കാൾപ്പിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതും സ്കാൾപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ക്ലെൻസ് ചെയ്യേണ്ടത് അവിടെയാണ്. ഹെയറിൻ്റെ എൻഡ് വരെ നമ്മൾ ഷാമ്പു ഇട്ട് പതപ്പിച്ച് ഹെയർ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ നമ്മൾ ഷാമ്പു ഇട്ടതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ബ്രഷ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബ്രഷ് വെച്ചിട്ടായാലും നമുക്ക് സ്കാൾപ്പ് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കാൾപ്പ് എക്സ്ഫോളിയേറ്റ് ആവുകയും പിന്നെ ഡാൻഡ്രഫിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല ക്ലീനായി കിട്ടാനും സഹായിക്കും കേട്ടോ. ലാസ്റ്റ് ടിപ്പ് ടവൽ ഡ്രൈയിങ്ങിനെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ടവൽ യൂസ് ചെയ്യും. ഒരിക്കലും കോട്ടൻ്റെ ടവൽ യൂസ് ചെയ്യരുത്. അതിന് പകരമായിട്ട് കട്ടി കുറവുള്ള മൈക്രോ ഫൈബർ ടവൽ വേണം യൂസ് ചെയ്യാനായിട്ട്. ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് കട്ടി കുറവായിരിക്കും. ഇത് പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. നമ്മൾ കട്ടിയുള്ള ടവൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഓൾറെഡി നമ്മുടെ ഹെയർ വെറ്റായിരിക്കും.
അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പോൾ കട്ടിയുള്ള ടവൽ കൂടി ഇടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മുടിക്ക് വെയിറ്റ് കൂടിയിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ റബ്ബ് ചെയ്യരുത്. പതുക്കെ മുടിയും ടവലും കൂടെ പ്രസ് ചെയ്ത് വേണം മുടിയിൽ നിന്ന് വെള്ളം കളയാൻ വേണ്ടിയിട്ട്. പിന്നെ മുടിയിൽ നിന്ന് ഈ നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ടവലെടുത്ത് മാറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ വലിച്ചെടുത്ത് എവിടെയെങ്കിലും ഇടരുത് കേട്ടോ. പതിയെ വേണം വലിക്കാനായിട്ട്, അല്ലെങ്കിൽ മുടി അങ്ങനെയും പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ കെട്ടി വെച്ചിരിക്കുന്ന ടവൽ നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അത് റിമൂവ് ചെയ്യാം. കുറേ സമയം കെട്ടിവെക്കേണ്ട ആവശ്യമില്ല. പിന്നെ പതിയെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഡിറ്റാങ്കിൾ ചെയ്തിട്ട് ഒരു ഹെയർ സിറം അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് ഹെയർ കെയർ ടിപ്സ്. അപ്പോൾ മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. സ്ഥിരമായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മുടിയിൽ തന്നെ നല്ല മാറ്റങ്ങൾ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.